വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ. യെസ്, ഹലോ, മുഹമ്മദ് കൊട്ടയടി. അതെ. ഓക്കെ. ആരിഫ് ഹുസൈൻ തെരുവത്ത് വിളിച്ചിരുന്നല്ലോ ഈ നമ്പറിലേക്ക്. മനസ്സിലായി സാറേ. ഓക്കെ. എന്താ വിശ്വാസിയാ? എങ്ങനെയുണ്ട്? ഓ, ഹലോ. വിശ്വാസിയാണോ? അതെ അതെ, കറക്റ്റ്. യെസ്, പറയൂ, എന്താ വിളിച്ചേ? അല്ല, നിങ്ങൾ ഇസ്ലാമിനെ പറ്റിയിട്ട് വിമർശിക്കുന്നതാണ് കുറെ. ഇസ്ലാമിനെ? അപ്പൊ ഇസ്ലാമിനെല്ലാം വിമർശിക്കുന്ന കാണുന്നു. അപ്പോള് ഈ പരിശുദ്ധ ഖുർആനില്ലേ? പരിശുദ്ധ ഖുർആനോ? ഖുർആൻ ഖുർആൻ ഈ 114 അധ്യായം ഇല്ലേ? 115 16 ഈ 6666 സൂക്തങ്ങളുണ്ട്. 6666. അത് നോണയാണ്, അത്രയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു, പറയാനുള്ളത് പറഞ്ഞു. അത് ഇത് സ്വന്തം പ്രവാചകന് ഉണ്ടാക്കാൻ കഴിയെങ്കില് അങ്ങനത്തെ ഒരു അധ്യായം ഇപ്പൊ ആർക്കും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സൂറത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വായിച്ചോ? അങ്ങനെയല്ല, നിങ്ങള് ഉണ്ടാക്കി അത് വെളിവായിട്ട് വന്നിട്ടില്ല. അത് വെളിവാക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണാത്തതിന്റെ പ്രശ്നമാണോ? അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ജുമാഅത്ത് ഓതുന്ന സൂറത്തിൽ. അതിനെന്താ? അത് ഒട്ടകത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒട്ടകം പറഞ്ഞെങ്കിൽ പിന്നെ ഒട്ടകം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ മരുഭൂമിയിൽ പോകുന്നവര് അതിനെ സ്വന്തം ഉണ്ടാക്കാനും മനുഷ്യര് കഴിയണമെന്നാണ് നമ്മളെ തത്വം. മനസ്സിലായില്ല. ദൈവിക ഗ്രന്ഥമല്ലാണ്ട് അങ്ങനെ പറ്റില്ല എന്നാണ് ഞാൻ ബാധിക്കുന്നത്. നിങ്ങളിപ്പോ അത് ബാധിച്ചോണ്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? അല്ല, അങ്ങനത്തെ ഒരു സ്വത്ത് സ്വന്തമായിട്ട് മനുഷ്യന് നിർമ്മിലാക്കാൻ കഴിയൂലെന്നാണ് പറയുന്നത്. അതാര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞോണ്ടേ. പിന്നൊന്ന് അല്ല, ഞാൻ പറയാം, കേൾക്കൂ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ശരിയാവോ? അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. ഞാൻ എഴുതിയ സൂറത്ത് ആദ്യം വായിക്കാം. സൂറത്ത് ആമസോൺ. അറബി വായിക്കണോ? അറബി വായിക്കണ്ട. പിന്നൊന്ന് ഞാനേ സൂറത്ത് ഓതട്ടെ പ്ലീസ്. ഞാൻ ഉണ്ടാക്കിയ എന്റെ സ്വന്തം കൈപ്പടയിൽ ഞാൻ എഴുതി ഉണ്ടാക്കിയ സൂറത്താണ്. ഓക്കെ, സൂറത്ത് ആമസോൺ. ഓക്കെ, സൂറത്ത് റൂം എന്നൊക്കെ കേട്ടിട്ടില്ലേ? റോം എന്ന് പറഞ്ഞ മാതിരി എന്റെ സൂറത്തിന്റെ പേര് ആമസോൺ എന്നാണ്. ഓക്കെ, അഊദു ബില്ലാഹി മിനൽ ലുട്ടാബിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ആമസോൺ. ഇങ്ങനെയാണ് തുടങ്ങണത്. അറബിയിൽ വേണ്ടല്ലോ, നമുക്ക് അതിന്റെ അർത്ഥം വായിച്ചാളേ. മലയാളം. ആമസോൺ കാടുകളാണ് സത്യം. മുഴക്കം വേണോ? എക്കോ വേണോ? എക്കോ? ഇച്ചിരി എക്കോ? ഇച്ചിരി എക്കോട്ടോ കുഴപ്പമാവോ? ഒരു മിനിറ്റ്, ഒരു ലേശം എക്കോട്ടേക്ക. ഒരു രസമല്ലേ, ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ, ഏതായാലും ഒരു വഴിക്ക്. ഹലോ ചെക്ക്. ഹലോ കേൾക്കുന്നില്ലേ? യെസ്, ഒരു മിനിറ്റ്. ഹലോ ചെക്ക്. ഹലോ ഒരു മിനിറ്റ്, എക്കോം കൂടി വരട്ടെ, അപ്പോഴൊരു രസമുള്ളൂ. ഹലോ. സൂറത്ത് ആമസോൺ. അഊദു ബില്ലാഹി മിനൽ ലുട്ടാബിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമസോൺ കാടുകളാണ് സത്യം. ന്യായീകരണ തൊഴിലാളികൾ വിജയിച്ചിരിക്കുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മദ്യത്തിന്റെയും പാലിന്റെയും അരുവികൾ ഒഴുകുന്ന ഒരു താഴ്വാരം ആണത്. ഭൂമി ഉരുണ്ടത് തന്നെ ആകുന്നു. അത് അവർക്കുള്ള സന്തോഷ വാർത്തയാണ്. ന്യായീകരണം നിർത്തുവാനും വിശ്രമിക്കുവാനുമുള്ള നല്ല അറിയിപ്പാണ്. മുൻപ് ഭൂമി പരന്നതായി നോം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമായിക്കൊണ്ടാണ്. എന്നാൽ നിങ്ങളിൽ നിന്നും ചിലർ അതിൽ സംശയം പ്രകടിപ്പിച്ചു, ഉരുണ്ടതാണെന്ന് വാദിച്ചു. അവർ വഴിപിഴച്ചു പോയവരാണ്, എന്നിൽ സംശയിച്ചവർ. അവർക്കുള്ളതാകുന്നു കത്തിജ്വലിക്കുന്ന തീക്കുണ്ടം, ആമസോൺ കാടുകളെ പോലും നശിപ്പിക്കുന്നത്. ഓ വിശ്വാസികളെ, നിങ്ങൾ അറിയുക, കാലാവസ്ഥാ വ്യതിയാനം എന്നതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്താത്ത കാലത്തോളം അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ തന്നെയായിരിക്കും നിങ്ങൾ ഈ ഉരുണ്ട ഭൂമിയെ ഒരു നരകമാക്കി മാറ്റുക. അത് നിങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതാണ്. നാം ഒരു പ്രകൃതി സ്നേഹിയുമാണ്, അഹിംസാവാദിയുമാണ്.
സദഖ ഡിങ്ക. ഓക്കെ, എങ്ങനെയുണ്ട്? ഹലോ, അടിപൊളിയല്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞു, അടിപൊളിയല്ലേ? പിന്നെ ഇനി ഒരു മിനിറ്റ്, ഇനി നിങ്ങൾ പറയൂ, ഇതുപോലെ ഒരു ആയത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഈ ഓഞ്ഞ വെല്ലുവിളിയായിട്ട് നീ വഴിക്ക് വരും. ഇതുപോലെ കേൾക്കൂ. നിങ്ങൾ ആദ്യം പറഞ്ഞത് ആദ്യം തീരുമാനമാക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ചത് എന്താണ്? ഖുർആനിനെ പോലെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതല്ലേ. ഞാൻ അതിനേക്കാൾ മികച്ച സാധനമാണ് ഞാൻ കൊണ്ടുവന്നത്. ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എന്താ അതിന്റെ അർത്ഥം? എന്തറിയിച്ചു? എങ്ങനെ കൃത്യമായിട്ട് പറയൂ, എന്താണ് പറഞ്ഞെന്ന് പറയും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, എന്താണ് അതിന്റെ അർത്ഥം? മാ അന അൻഹു മാലുഹു വമാ കസബ്. അജ്മൽ കസബ്. എന്താണത്? അതെ, അബൂലഹബിനെ ശപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പടച്ചോന് അയച്ചതാണ്, ആ സൂറത്താണ് അത് പറയുന്നത്. അപ്പൊ ഒരാളെ ശപിക്കാൻ വേണ്ടിട്ട് സൂറത്ത് എഴുതി. ഇതാണോ നിങ്ങൾ മികച്ച സൂറത്ത് എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങൾ മികച്ച? ഇതാണോ നിങ്ങളുടെ പടച്ചോൻ? ഒരാളെ ശപിക്കാൻ വേണ്ടി സൂറത്ത് ഇറക്കാന്നൊക്കെ പറഞ്ഞു. ഇതിനും വലിയൊരു തോൽവിയുണ്ടോ? ഒരാളെ ശപിക്കാൻ വേണ്ടി സൂറത്ത് ഇറക്കാന്നൊക്കെ പറഞ്ഞാല് ഇതിനേക്കാൾ വലിയ തോൽവി ഉണ്ടോ? തോൽവി എന്നല്ല, ശപിക്കാൻ വേണ്ടിട്ട് പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാൻ ഉപദ്രവിച്ചതിനെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകനെ? അതിനെന്തിനാണ് ശപിക്കുന്നത്? അങ്ങോട്ട് നശിപ്പിച്ചാ പോരെ? നശിപ്പിക്കുന്നത് ഇങ്ങനെ മരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന്റെ അർത്ഥം പറയും. അല്ല, ഒരു മിനിറ്റ്, എനിക്ക് അർത്ഥം ഇല്ല. നിങ്ങളെ ഞാൻ പരിഭാഷക്കാൻ അറിയണ്ട. ഒരു മിനിറ്റ്, നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് കല്യാണക്കുറിയും കാണിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ ഒരു മിനിറ്റ്, അങ്ങനെ പറയല്ലേ? അങ്ങനെ പറയല്ലേ? നിങ്ങൾ അതിന്റെ അർത്ഥം പറയും. പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഭാര്യമാരെ വെച്ച് സൂറത്തിൽ വന്ന സൂറത്ത് മറിയം വന്നിട്ടില്ലേ? മറിയം അതാര്? മറിയം പ്രവാചകന്റെ ഭാര്യയാണ്. അല്ല, യേശു ഈ സ്വന്തം പ്രവാചകൻ ഉണ്ടാക്കുന്നെങ്കിൽ പ്രവാചകന്റെ ഭാര്യമാരെ പറ്റി ആ ഖുർആനിലെ ബന്ധുവിടെ. നിങ്ങൾ അതവിടെ നിൽക്ക്. നിങ്ങൾ ഖുർആൻ പോലെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇറക്കിയ ഖുർആന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇതാണോ നിങ്ങളുടെ ഖുർആൻ? എങ്ങനെ? ഇതാണോ നിങ്ങളുടെ ഖുർആൻ? അല്ല, അതിനായിട്ട് നന്ദിയുള്ളതിനെല്ലാം ഉണ്ട്, ഖുർആനിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരാളെ ശപിക്കാൻ വേണ്ടി ഖുർആൻ ഇറക്കുക എന്ന് പറയുന്നത് എന്താണ് കോയ? അതെങ്ങനെ ശരിയാവുക? അങ്ങനല്ല, ഒരു മിനിറ്റ്, അതെങ്ങനെ ശരിയാവാന്ന് നിങ്ങൾ പറയും. ഒരാളെ ശപിക്കാൻ വേണ്ടി ഖുർആൻ ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, എങ്ങനെ ശരിയാവുക? ശപിക്കാൻ വേണ്ടി, അതായത് പ്രവാചകനെ പിന്നെ പ്രവാചകന്റെ ഇതല്ലേ, പ്രവാചകനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടാവും ആ സമയത്ത്. അപ്പൊ അതിനെന്താ പടച്ചോൻ എന്താ ചെയ്യേണ്ടത്? അയാളങ്ങോട്ട് നശിപ്പിച്ചാ പോരെ? അതിനെന്തിനാ ശപിക്കാൻ സൂറത്ത് ഇറക്കണം? എന്തിനാണ്? അതിപ്പോ എന്തായി എന്നിട്ട് ഇറക്കിയിട്ട് ഇപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ നിങ്ങളെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ? അപ്പൊ ഇത് പടച്ചോൻ അറിയില്ലായിരുന്നോ? ഭാവിയിൽ ഇങ്ങനെ ഒരു ചങ്ങാതി വരും, അവൻ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പറയും, ഇത് എന്നെ നാണക്കേടാക്കും. ഇതല്ലേ പറഞ്ഞു വെച്ചത്? ഇതെന്താ ഇതിന്റെ അർത്ഥം? ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് ദ എൻറ്റയർലി മേഴ്സിഫുൾ, എന്താണ് എസ്പെഷ്യലി മേഴ്സിഫുൾ? എന്താ മൂപ്പര് പറയണത്? അതായത് അബൂ ലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് പറയുന്നത്. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല. തീജ്വാലകൾ ഉള്ള നരകാഗ്നിയിൽ അവൻ കിടന്നെരിയുന്നതാണ്. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറും ഉണ്ടായിരുന്നു. ഇതല്ല അതിന്റെ അർത്ഥം. ഈ ഖുർആനിൽ ഇത് എഴുതി വെച്ചതുകൊണ്ട് അന്ന് ജീവിച്ചതോ ഇന്ന് ജീവിക്കുന്നോ ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് എന്ത് നല്ല സന്ദേശമാണ് ഈ ഖുർആനിൽ ഈ പറയുന്ന സാധനത്തിലുള്ളത്? നിങ്ങളൊന്ന് പറയ്. ഇത് ഇന്ന് എന്ത് കേൾക്കൂ, നിങ്ങൾ അപ്പൊ ഇത് തിന്മയാണ് നിങ്ങൾ സമ്മതിച്ചു? അപ്പൊ ഇത് തിന്മയാണോ? അപ്പൊ ഇത് തിന്മയാണോ? പിന്നെ ഇതിലെന്താ നന്മ? ഒരാളെ ശപിക്കുന്നതിൽ എന്താ നന്മയുള്ളത്? ഇതിൽ ഈ ശാപം നടത്തുന്നതിൽ എന്താണ്? എന്നാ പോട്ടെ, ഈ ശാപം ഫലിച്ചോ? എന്നിട്ട് അബൂലഹബ് എങ്ങനെയാ മരിച്ചത്? എങ്ങനെയാ മരിച്ച അബൂലഹബ്? നിങ്ങൾ ഖുർആൻ പഠിക്കാണ്ട് ഇതേപോലെ വന്നിട്ട് മെഴുകിയ എങ്ങനെ ശരിയാവുക? അബൂലഹബ് ഇങ്ങനെയാണോ മരിച്ചത്? ഓക്കെ, നിങ്ങൾ പറഞ്ഞ മാതിരി പടച്ചോൻ പരാഗാൻ പരാഗി
പടച്ചോന് കൊട്ടേഷൻ കൊടുക്കാനല്ലേ അറിയൂ, ഒന്നും നേരിട്ട് ചെയ്യാൻ അറിയില്ലല്ലോ. അതാണല്ലോ പടച്ചോന്റെ കുഴപ്പം. അള്ളാ പുള്ളാക്കി ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതാ പറഞ്ഞ നിങ്ങളുടെ അള്ളാ പുള്ളാക്കേ ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിയില്ല. അത് അന്നേ തെളിഞ്ഞാണ്. ഇനി പോട്ടെ ഒരു ശാപം നടത്തി, എന്നിട്ട് ഈ ശാപം ഫലിച്ചോ? അബൂ ലഹബ് എങ്ങനെയാ മരിച്ചത് ഒന്ന് പറഞ്ഞു. അബൂ ലഹബ് എങ്ങനെയാ മരിച്ചത്? അബൂ ലഹബ് എങ്ങനെയാ മരിച്ചെന്ന് പറ. അബൂ ലഹബ് എങ്ങനെ മരിക്കട്ടെ, മരിച്ചു. എങ്ങനെയാ മരിച്ചെന്ന് പറയും. അയാള് മരിച്ചു. എങ്ങനെ മരിച്ചു? അങ്ങനെയല്ല. അബൂ ലഹബ് എങ്ങനെയാ മരിച്ചത്? ഹലോ, അബൂ ലഹബ് എങ്ങനെയാ മരിച്ചെന്ന് പറയും. അയാള് മരണപ്പെട്ടു. എങ്ങനെ മരിച്ചു? ഈ പടച്ചോൻ പറഞ്ഞ മാതിരി പ്രാഗിയ മാതിരിയാണോ അബൂ ലഹബ് മരിച്ചത്? അങ്ങനെയല്ല. അബൂ ലഹബിനെ തലക്കടിച്ച് കൊല്ലുക ചെയ്തത്. അപ്പൊ നിങ്ങൾ പറയൂ, അപ്പൊ അവിടെ നിങ്ങൾ ഈ പറയുന്ന സാധനം പൊളിയുന്നതല്ലേ കാണുന്നത്? ഈ പ്രവചനം പൊളിഞ്ഞു. ഈ പറയുന്ന ശാപം പോലും ഫലിച്ചില്ല. പടച്ചോൻ പറഞ്ഞ ശാപം പോലും വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ അതല്ലേ ഉണ്ടായത്. എന്നാൽ ഞാൻ ഇറക്കിയ സൂറത്ത് എങ്ങനെയാണോ, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കേൾക്കൂ. ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയ സൂറത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? എന്തെല്ലാമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര മഹത്തരമായ കാര്യങ്ങളാണ് എന്റെ സൂറത്തിലുള്ളത്. അംഗീകരിക്കുന്നുണ്ട്. ആയിരുന്നോ? അതെ, നമുക്കിവിടെ ഒരു വോട്ട്, ഇതിപ്പോൾ ലൈവ് ആണല്ലോ. ഏതായാലും നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം. ഞാനിത് ഇവിടെ ചോദിക്കുകയാണ് ഒരു കാര്യം. ഭൂമി ഉരുണ്ടത് തന്നെയാകുന്നു, ഇതാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കുക ഇപ്പോൾ ലൈവിൽ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഭൂമി ഉരുണ്ടത് തന്നെയാകുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ സൂറത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനോട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലേ? ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. യെസ് വി അഗ്രി. ഇത് കമൻറ്റുകൾ വന്നു തുടങ്ങി. 100 കണക്കിന് ആളുകൾ അവിടെ കമൻ്റ് ഇടുകയാണ് അവർ അംഗീകരിക്കുന്നു എന്ന്. അതിൽ അപ്പം നിങ്ങൾ പറയും ഇത് അംഗീകരിച്ചു. ഇനി അടുത്തത് എന്താണ്? മുൻപ് ഭൂമി പരന്നതായി നിങ്ങളോട് നാം പറഞ്ഞത് നിങ്ങൾക്കുള്ളൊരു പരീക്ഷണമായിക്കൊണ്ടാണ്. ഭൂമി പരന്നതാണെന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പലക പോലെ പരത്തി, മറ്റേ വിരിപ്പ് പോലെ വിരിച്ചു, പിന്നെ ഇഞ്ചാതി തരത്തിലാണ് സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നാട്ടുകാർ അംഗീകരിക്കുന്നുണ്ട്. അതെ, അവിടെ കമന്റാണ് യെസ്, അതും അംഗീകരിക്കുന്നു. ആളുകൾ അംഗീകരിക്കുകയാണ്. കേൾക്കൂ. ഇനി അടുത്തത് പ്രിയ വിശ്വാസികളെ, നിങ്ങൾ അറിയുക, കാലാവസ്ഥാ വ്യതിയാനം എന്നതിൽ പടച്ചോന് യാതൊരു പങ്കുമില്ല. അത് നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്താത്ത കാലത്തോളം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന വിഷയം അതൊരു വലിയ പ്രശ്നമാണോ അല്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച്, പ്രകൃതി വ്യതിയാനം എന്ന് പറയുന്ന എന്താണ്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊരു നടക്കുന്ന കാര്യമാണോ? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ആ സാധനം? അതെന്താ സാധനം എന്ന് പറയൂ പ്രിയപ്പെട്ട കോയ. മോനെ ചോദിച്ചൊന്ന് ഉത്തരം പറയൂ. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന സാധനം എന്താ? ഓക്കെ, പോട്ടെ. നിങ്ങൾ സ്കൂട്ടർ ഓടിക്കാറുണ്ടോ? എന്താ നിങ്ങളുടെ സ്കൂട്ടർ ഏതാ? ഇലക്ട്രിക് സ്കൂട്ടറാണോ? നിങ്ങൾ എന്തിനാ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഈ പെട്രോൾ സ്കൂട്ടർ ഓടിക്കുന്നില്ല? എന്താണ് ജീവിതത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ആ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തത്? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? എന്താണ് ആ ഗുണം എന്ന് പറയൂ. ഈ നിങ്ങൾ പെട്രോൾ സ്കൂട്ടർ മാറ്റി ഈ ഇലക്ട്രിക് സ്കൂട്ടർ, എന്ത് ലാഭം? എന്ത് കിട്ടും? എന്ത് കിട്ടുമെന്ന് പറ. ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എന്തെല്ലാം ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്? പറയും. എന്തിനു വേണ്ടിട്ടാ? നിങ്ങൾക്ക് എത്ര വയസ്സായിപ്പോ? 55. നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓക്കെ, ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം പറയാണ്.
ഓക്കെ, നിങ്ങളിവിടെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനോട് നിങ്ങൾക്ക് വലിയ വിഷമം തോന്നുന്നു, നമ്മൾ പറയുന്നത് എന്തോ പഠിക്കാതെയോ അല്ലെങ്കിൽ കാര്യങ്ങൾ കാണാതെയോ പറയുന്നു എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ നിങ്ങൾ എന്നെ വിളിച്ച് ഇതുപോലെയൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചത്? അല്ല, കേൾക്കൂ, ഇതിനൊന്ന് ഉത്തരം പറയൂ. ഈ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ ഇല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പേരിലാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ ഇല്ലേ? ഇസ്ലാമിനെ പറ്റി ഞാൻ ശരിയായ രീതിയിൽ മുഴുവനായിട്ട് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ ഇല്ലേ? ഉണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കൂട്ടർ, ഈ ഇലക്ട്രിക് സ്കൂട്ടർ, ആ ഇലക്ട്രിക് സ്കൂട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്നത് എന്നതുപോലും നിങ്ങൾക്ക് അറിയില്ല. യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പെട്രോൾ സ്കൂട്ടറും ഉപയോഗിക്കാമല്ലോ. അതെന്താ അപ്പോൾ പെട്രോൾ സ്കൂട്ടർ വേറെ ഇലക്ട്രിക് സ്കൂട്ടർ ആക്കിയത് എന്തിനാ? എന്താണ് ആ മാറ്റം? എന്തിനു വേണ്ടിയിട്ടാണ് ആ മാറ്റം? നിങ്ങൾ ചോദിച്ചു. അതെ, ആ മാറ്റത്തിനുള്ള കാരണം എന്താന്ന് പറയൂ. എന്താണ് ആ കാരണം എന്ന് പറയൂ. എന്താണ് ആ മാറ്റം? എന്തിനു വേണ്ടിയിട്ട്? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ആ റീസൺ? എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താ? എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ്. ഓക്കെ, നിങ്ങൾ ഈ കാര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടി കാണാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരാം എന്തിനാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കേൾക്കാൻ തയ്യാറാണോ? അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കാർബൺ എമിഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പുക ടെസ്റ്റ് ചെയ്യാറില്ലേ വണ്ടിക്ക്? എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? എന്താ അതുകൊണ്ട് ഈ പുകയൊക്കെ ഉണ്ടായാലുള്ള കുഴപ്പം എന്താ? അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിന് എന്താ സംഭവിക്കുക? അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വലിയ പ്രശ്നം, ഇപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, പിന്നെ നമ്മളുടെ ഓസോൺ പാളികൾക്ക് ഓട്ട വീഴുന്നു, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, ഈ പറയുന്ന സാധനത്തിന് ഒരു എല്ലാം കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ കൂടി ഉണ്ടാവുന്ന നമുക്ക് ജീവിക്കാൻ പറ്റാതെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ അതിന് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ അതിന് നമ്മളിപ്പോൾ മഴ അനാവശ്യമായിട്ട് കൂടുതലുണ്ടാവുന്നു, തണുപ്പ് കൂടുതലായിട്ടുണ്ടാവുന്നു, ചൂട് കൂടുതലായിട്ട് വരുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ വരുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് കാറ്റുണ്ടാവുന്നു. ഇതെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ പല കാര്യങ്ങളും, വെള്ളത്തിൻ്റെ തോത് ഉയരുന്നു, ഈ സമുദ്രനിരപ്പ് ഉയരുന്നു, ഇതെല്ലാം സംഭവിക്കുകയാണ്. ഇതിനെല്ലാം കൂടി വിളിക്കുന്ന പേരാണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്ന് നമ്മൾ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ ഈ സാധനത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ ഒരു വലിയ നീക്കം, ഒരു തീരുമാനം രാജ്യങ്ങളെല്ലാവരും കൂടി ആലോചിച്ചെടുത്തിരിക്കുകയാണ്. എന്താണ് ആ ആലോചനയുടെ തീരുമാനം? അതായത് നമ്മൾ കാർബൺ എമിഷൻ കുറയ്ക്കണം. അതിനെന്താ വേണ്ടത്? നമ്മൾ പെട്രോളും ഡീസലും കത്തിക്കുന്നത് കുറയ്ക്കണം. എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് നമ്മൾ മറ്റുള്ള ഫ്യൂവൽസിലേക്ക് പോകണം. അതിലെന്താണ്? ഈ സൂര്യനിൽ നിന്ന് ഉണ്ടാക്കുന്നത്, നമ്മൾ അല്ലാതെ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കണം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള ഗുണം എന്താണ്? ക്ലീൻ ഫ്യൂവലാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ എനർജി ആയിട്ട് മാറുന്നു, റിന്യൂവബിൾ എനർജി ആയിട്ട് വരുന്നത്. അതായത് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ ആവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് സംഭവിക്കുന്നത് എന്താ? അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ഹൈഡ്രോ കാർബൺസ് അത് ബേസ് ചെയ്തിട്ടുള്ള ഈ മറ്റേ എണ്ണ കത്തിച്ചിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും മറികടന്ന് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടൊരു കാലത്തിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുകയാണ്. അപ്പം അതെന്താ? അപ്പം അതിൽ നിന്ന് സംഭവിക്കുന്നത് നമുക്ക് കുറേ കൂടി നന്നായിട്ട് ജീവിക്കാൻ കഴിയും. ഈ സംഗതി നമ്മൾ അങ്ങനെ ചെയ്താൽ ഇതിൽ മാറ്റം വരും എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സാധനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാണ്. ഇതിന് ദൈവത്തിനൊന്നും ഒന്നും ചെയ്യാനില്ല. ഇത് മനുഷ്യൻ തന്നെയാണ് ഈ പറയുന്ന സാധനം തിരിച്ചറിഞ്ഞ് അതിനുള്ള പോംവഴിയും കണ്ടെത്തി അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഇതല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളത് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചു, പല കാര്യങ്ങളും നിങ്ങൾ കണ്ടു, നിങ്ങളുടെ പ്രാരാബ്ദങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് മതവും കിട്ടി.
പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ മതം കാര്യമായിട്ട് പഠിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടി ശാസ്ത്രവും മറ്റുള്ള സാധനങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിങ്ങളെക്കാൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കുത്തകയല്ല, ഈ സാധനം നിങ്ങൾക്കും പഠിക്കാം. പക്ഷെ എന്താ വേണ്ടത്? തർക്കം ഒഴിവാക്കുക, പഠിക്കാൻ ശ്രമിക്കുക, അതല്ലേ വേണ്ടേ? അതെ. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ വെറുതെ വന്ന് തർക്കിച്ച് വെറുതെ വന്ന് ഒച്ചയും വേളും ഉണ്ടാക്കുന്നു. നമുക്കതിന് സമയമില്ല, ഉള്ള കാര്യം പറയാലോ. പക്ഷെ നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഇപ്പോൾ നിങ്ങൾക്കിത് ഇതേപോലെ ഖുറാനിലുള്ളതുപോലെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഖുറാനിലുള്ള പോലെ ഒരു വൃത്തികെട്ട സാധനം ഇനി ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കരുതെന്നാണ് ഞാൻ പറയുക. കാരണം കേൾക്കൂ 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 ക്ഷമയോടുകൂടി കേൾക്കൂ. അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നമ്മൾ പറയുമ്പോൾ എന്താണ് ഖുറാനിൽ പറയുന്ന സാധനം എന്താണ്? ഇപ്പോൾ ഒരാളെ ശപിക്കാൻ വേണ്ടിയിട്ട് ഖുറാൻ എഴുതുന്നു, ഈ തബ്ബത്ത് യദാ അബീ ലഹബിൻ തബ്ബ്. എന്താണ് അതുകൊണ്ട് ഇന്നത്തെ ഒരാൾക്ക്, നിങ്ങളിത് ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ ഇന്ന് ഈ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? ഒരാളെ ശപിക്കാൻ വേണ്ടിയിട്ട് ഏതോ നൂറ്റാണ്ടിൽ എഴുതി വെച്ച സാധനം ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ 2026 ഇരുന്നിട്ട് ഇതൊന്ന് ഓതുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? അടിമയെ വെക്കാൻ പറയുന്ന ആയത്തുകൾ, ഈ ഗോത്രം കൊള്ളയടിക്കാൻ പറയുന്ന ആയത്തുകൾ, അവരുടെ മനസ്സിൽ ഭയം ഇട്ട് കൊടുക്കും, അന്നേരം അവരുടെ പെരടിക്ക് വെട്ടാൻ പറയുന്ന ആയത്തുകൾ, പെരടിക്ക് കൊത്തിയിട്ടുണ്ടല്ലോ. അതാണല്ലോ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ വിടും. ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ ഇസ്ലാമിൽ നടക്കുന്ന കാര്യങ്ങൾ, ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വെറും 5-ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഇഷ്ടംപോലെ കേസ് ഉണ്ടല്ലോ, കോടതിയിൽ കിടക്കുന്നില്ലേ കേസ്? കോടതിയിൽ കേസില്ലേ? ഈ ഭാര്യയെ തല്ലിയതിന്റെ കേസ് കോടതിയിൽ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എത്ര കേസ് അവിടെ കിടക്കുന്നു? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒച്ചമ്പാടുണ്ടാക്കിയാൽ നമുക്ക് ഒന്നും പറയാനില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. അതിന് പറയുമ്പോൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഖുർആനിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇന്നത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യം, പക്ഷെ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു അവകാശമായിട്ട് അവരത് കാണുന്നു. അതാണ് അവരുടെ പ്രശ്നം. ഇനി കേൾക്കൂ ഒരു കാര്യം കൂടി. ഇനി അടിമയെ വെക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ പറയുന്നു, ഈ ലോകത്ത് ഏറ്റവും ഒടുവിൽ അടിമത്തം എന്ന് പറയുന്ന ആ വിഷയത്തെ ഇന്നും പൂർണ്ണമായിട്ട് നിരോധിക്കാത്ത, അല്ലെങ്കിൽ ഇന്നും അത് കൊണ്ടു നടക്കുന്ന സമൂഹം ഏത് തരം സമൂഹമാണ്? ക്രിസ്ത്യൻ സമൂഹമാണോ, ഹിന്ദു സമൂഹമാണോ, ജൂത സമൂഹമാണോ, ഇസ്ലാമിക സമൂഹമാണോ? ഏത് സമൂഹത്തിലെ ഇന്നും അടിമത്തം നിലനിൽക്കുന്നത്? ഞാൻ പറയുന്നതല്ല, ഇത് UN-ന്റെ കണക്കുകൾ, ഇന്ന് ഇവിടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് എന്റെ കണക്കൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്റെ പുരയിൽ കണക്കുണ്ടാക്കുന്ന പണി എനിക്ക് എന്റെ ബാപ്പാക്കില്ല, എന്റെ പൊന്നുകോയ. ഓക്കെ, നിങ്ങൾ അമ്മാരി വർത്താനൊന്നും പറയല്ലേ. എനിക്ക് മര്യാദയ്ക്ക് വർത്താനം തിരിച്ചും പറയാൻ അറിയാം, തിരിച്ചു വർത്താനം പറയാൻ എനിക്കും അറിയാം. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ പറയും, കണക്ക് പറയുമ്പോൾ ഞാൻ എന്റെ പേരേന്ന് കൊണ്ടുവരുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ അടിമത്തം, ഇവിടെ ലോകം ഇവിടെ നിർത്തിയ സമയത്തും അത് തങ്ങൾക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കടിച്ചു തൂങ്ങി നിന്നത് ഇസ്ലാമിക സമൂഹമാണ്. അത് അവസാനം ഇവിടുത്തെ UN-ഉം അതുപോലെയുള്ള സംഘടനകൾ കണ്ണുരുട്ടിയിട്ടാണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഈ അടിമത്തത്തിൽ നിന്നും അവർ വിടുതൽ നേടുന്ന ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടാക്കിയത്. അന്നും അവർ പറഞ്ഞെന്താ, ഇത് ഇസ്ലാം ഞങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇനി ഒറ്റ ചോദ്യം ഞാൻ അവസാനമായിട്ട്, നിങ്ങൾക്ക് സമയം ഇത്രയും തന്നല്ലോ, നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്ത ആളുകളോട് നമ്മൾ വെറുതെ ഇനി ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് വെറുതെ ഈ കുടം കമഴ്ത്തി വെച്ച് ഒഴിക്കുന്നതിന് തുല്യ. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇത് ഫോൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇരുന്ന് കേട്ടാൽ മതി. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ചോദ്യം തരാം. ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഇതിൽ ഏതാണ് ഹറാമായിട്ടുള്ള പ്രവൃത്തി എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, സ്വയംഭോഗം ചെയ്യുക 1, ഓപ്ഷൻ 1 സ്വയംഭോഗം, ഓപ്ഷൻ 2 പന്നിയിറച്ചി തിന്നുക, ഓപ്ഷൻ 3 ഭാര്യയെ തല്ല്, ഓപ്ഷൻ 4 അടിമയെ പൂശ. ഇതിൽ ഏതാണ് ഹറാമായിട്ടുള്ള പ്രവൃത്തി ഒന്ന് പറയോ? ഇതിലേതാണ് ഹറാമായിട്ടുള്ള പ്രവൃത്തി പറയൂ? എല്ലാം ഹറാമല്ല. നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, അതാണ് പ്രശ്നം. ഇതിൽ ഹറാമായിട്ടുള്ള സാധനം
3 ഇതിൽ ഹലാലായിട്ടുള്ള സാധനം അടിമയെ പൂശലാണ്. അതായത് നിങ്ങൾ സ്വയംഭോഗം ചെയ്താൽ അത് ഹറാമാണ്. എന്നാൽ അടിമയെ പൂശുക, നിങ്ങൾക്കൊരു അടിമയുണ്ട്, ആ അടിമയെ നിങ്ങൾക്ക് പൂശാം. അത് ഒരു അടിമയല്ല, നിങ്ങൾ 4 പേര് കൂടിയിട്ട് ഒരു അടിമയെ ഷെയർ ഇട്ട് വാങ്ങി പൂശിയ പോലെ അത് ഹലാലാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോയ പോയി ഇസ്ലാം പഠിക്കുക പോയിട്ട്. ഓക്കെ, ഇസ്ലാം പഠിക്കുക. മുഹമ്മദ് നബിയുടെ മുന്നിൽ ബനു മുസ്തലിഖ് കൊള്ള നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ അടിമ പെണ്ണുങ്ങളെ പൂശുക മാത്രമല്ല, അവരുടെ ശുക്ലം എവിടെ കളയണമെന്ന സംശയത്തിൽ നിന്ന് സ്വഹാബികൾക്ക് മുഹമ്മദ് നബി നല്ല അസൽ ഉപദേശം വരെ കൊടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് അറിയാൻ കോയ. അപ്പൊ കോയ കോയ പോയി പഠിക്കുക. ഹദീസ് ഉണ്ട്, നിങ്ങൾ ഹദീസ് എടുക്കില്ലേ? ഹദീസ് നിങ്ങൾ എടുക്കോ? ഹദീസ് നിങ്ങൾ എടുക്കോ കോയ? ഹദീസ് നിങ്ങൾ എടുക്കോ? അല്ല, ഹദീസ് എടുക്കുന്ന കാര്യമല്ല. ഹദീസ് നിങ്ങൾ എടുക്കുമല്ലേ? അത് പറയും. അങ്ങനെ ഇങ്ങനത്തെ കാലത്ത് ഹദീസ് നിങ്ങൾ എടുക്കുമോ ഇല്ലേ? നിങ്ങൾ പിന്നെന്ന് പറയുന്നത് ഹദീസ് നിങ്ങൾ എടുക്കുമല്ലേ? നിങ്ങളുടെ ഉടായ്പൊക്കെ കൈവെക്ക്. നിങ്ങൾ ഒരു മാന്യനായ വ്യക്തിയാണ് എന്ന് കരുതി നമ്മൾ കുറെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ തെളിയിക്കുകയാണ് നിങ്ങളൊരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഹദീസ് നിങ്ങൾ എടുക്കൂല്ലേ? ഇതാദ്യം അങ്ങ് ചെയ്താൽ പോരെ? ഇതന്നെയല്ലേ ഞാനിവിടെ ചെയ്തോണ്ടിരിക്കും. പിന്നെ എന്തിനാ വലിഞ്ഞു കയറി ഇവിടെ വന്ന് നിന്നിട്ട് അള്ളാഹു ഇറക്കിയ മാതിരി ഖുർആൻ ഇറക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് വെറുതെ കുളം തോണ്ടണം? എന്തിനാ സ്വയം കുളം തോണ്ടണം? അപ്പൊ ഞാനിവിടെ ഖുർആൻ ആയത്ത് കാണിച്ചല്ലോ. ഇനി ഒന്നുകൂടി ഓതി തരണോ? ഇനി ഒന്നുകൂടി ഓതി തരണോ? ഒന്നുകൂടി ഓതി തരാം. ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ. കോയ ആമസോൺ വേണ്ട, നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാം. ഒരു മിനിറ്റ് നമുക്ക് അടുത്ത ഒരു മിനിറ്റ് വെയിറ്റ്. നമുക്ക് അടുത്ത ഒരു സൂറത്തും കൂടി ഉണ്ട്, അതും കൂടി ഓതിയിട്ട് നമുക്ക് ഒരു ചീരനെയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഏതായാലും ദീൻ പഠിക്കാൻ വന്ന സഹോദരൻ വെച്ചിട്ട് ഓടി. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു മിനിറ്റ്, ഒരു സൂറത്തും കൂടി ഒന്ന് ഓടിക്കോട്ടെ. ഈ സൂറത്തിന്റെ പേര് സൂറ കച്ചവടം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹോൾഡ് ചെയ്യ. ഹോൾഡ് ചെയ്യൂ. ഓക്കെ, ഹോൾഡ് ചെയ്യൂ. കേൾക്കുന്നുണ്ടല്ലോ? ഹാങ് ഓൺ. ഓക്കെ, അപ്പൊ നമ്മളുടെ സൂറത്ത് അതൊന്ന് ഓതിയിട്ട് നമുക്ക് നമ്മുടെ പുതിയ കോളറിലേക്ക് പോകാം. അവസാനത്തെ കോളറാണ് സൂറ കച്ചവടം. ഓ മരണഭയത്താൽ മൂടപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അറിയുക, ഭൂമി നശിക്കുവാൻ 120 കോടി വർഷങ്ങൾ കൂടെയുണ്ട്. സൂര്യൻ നശിക്കുവാൻ ഇനിയും ഏകദേശം കോടിക്കണക്കിന് വർഷങ്ങളുണ്ട്. പ്രപഞ്ചം നശിക്കുക ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിലേതാണ് ഖിയാമത്ത് നാള് എന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അത് നിങ്ങൾ അറിയുകയില്ല. എന്നാൽ അറിയുക, അന്ന് നിങ്ങളുടെ പക്കലുള്ള ഖുർആനിലെ അക്ഷരം മാഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ഒരു ഏകകോശ ജീവി പോലും ബാക്കിയുണ്ടാവില്ല. തൗബ ചെയ്യാനായി ഇവിടെ ആരും ജീവിച്ചെടുപ്പുണ്ടാവുകയുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ മരണഭയം കൊണ്ട് ജീവിതം വെറുതെ ഇതേപോലെ ദുഷ്കരമാക്കി തീർക്കുന്നത്? അതുകൊണ്ട് ഉള്ള ജീവിതം നന്മ ചെയ്ത് ജീവിക്കുക. പ്രതിഫലേച്ഛ ഇല്ലാതെ ഉള്ള നന്മ കൊണ്ട്, ഉള്ള നല്ല നന്മ ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയും ജീവിക്കുക. ഓരോ സൽപ്രവൃത്തിയുടെയും ലക്ഷ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും നിർവൃതിയും മാത്രമായിരിക്കണം. മറ്റെല്ലാം വെറും കച്ചവട യുക്തി മാത്രമാണ്. 7-ാം നൂറ്റാണ്ടിലെ അറബികളുടെ കച്ചവട യുക്തി. നോം എല്ലാം അറിയുന്നു, യുക്തിവാദിയുമാകുന്നു. ഓക്കെ, ഇതാണ്. അപ്പൊ ഏതായാലും ഇത് എക്കോട്ട് പറഞ്ഞാൽ ശരിയാവുന്നതുകൊണ്ടാണ് എക്കോട്ട്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.